അപർണയെ പരിചരിക്കാൻ വന്ന സിസ്റ്റർ അമലയെ സംശയദൃഷ്ടിയോടെ നോക്കുന്ന ട്രീസ. മീനാക്ഷിയും അമലയും പരിചയപ്പെടുന്നു. തന്നെ ശ്രീറാം ചന്ദ്രശേഖർ നിയമിച്ചതാണെന്നും എന്ത് കാര്യമുണ്ടെങ്കിലും തന്നോട് പറയണമെന്നും മീനാക്ഷിയോട് അമല. തന്റെ പ്രസവം ഗുരുതരമാണെന്ന് ഡോക്ടർ പറഞ്ഞതിൽ ആശങ്കപ്പെടുന്ന അപർണ. അവളെ ആശ്വസിപ്പിക്കുന്ന മീനാക്ഷി. ഭദ്രയെ കുറ്റപ്പെടുത്തി മഹേന്ദ്രനോട് സംസാരിക്കുന്ന സേവ്യർ. അവിടേക്ക് വരുന്ന ട്രീസ. അപർണയുടെ പ്രസവം അല്പം ഗുരുതരമാണെന്ന് മഹേന്ദ്രനോട് പറയുന്ന ട്രീസ. വിഷമവൃത്തത്തിലാകുന്ന മഹേന്ദ്രന്റെ വിഷമം കണ്ട് നിഗൂഢ ഭാവത്തിൽ ട്രീസയും സേവ്യറും. സേവ്യർ ജൂഡിന്റെ മരണത്തെപ്പറ്റിയുള്ള കാര്യങ്ങൾ അപർണയോട് പറയുന്നു. സേവ്യറെ സംശയദൃഷ്ടിയോടെ നോക്കുന്ന അപർണ. ഒടുവിൽ ജോൺ സേവ്യർ ഉപയോഗിച്ച ഒരു കൊന്ത സേവ്യർ അപർണയ്ക്ക് കൊടുക്കുന്നു. ഇത് ജൂഡിന്റെ ഹൃദയമാണെന്നും ഏതാപത്തിലും സഹായിക്കുമെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. സേവ്യറിന്റെ കയ്യിലെ ഇൻഹെയിലർ അപർണ ശ്രദ്ധിച്ചോ എന്ന് മീനാക്ഷി അപർണയോട്. ഇതുപോലെയുള്ള ഇൻഹെയിലറാണ് ജൂഡ് മരിച്ച ദിവസം തനിക്ക് കായൽക്കരയിൽ നിന്ന് കിട്ടിയതെന്ന് അപർണയോട് മീനാക്ഷി. തുടർന്ന് കാണുക. അപ്പോ ഞാനൊന്ന് പറഞ്ഞില്ലേ, ജൂഡ് മരിച്ച ദിവസം ഉപ്പാപ്പയെ പോലെ ഒരാളെ ഞാൻ കണ്ടുന്ന്. എന്തോ വലിച്ചെടുത്തോണ്ട് കായൽക്കരയിലേക്ക് പോകുന്ന പോലെ. ഞാൻ നിന്നോടൊന്ന് പറഞ്ഞില്ലേ, ഓർക്കുന്നില്ലേ? അന്ന് ആ ആളെ അതേ സ്ഥലത്ത് അന്ന് പോലീസുകാരൊക്കെ പോയതിനു ശേഷം എനിക്കൊരു സാധനം കിട്ടിയായിരുന്നു. എന്ത്? മയൽ വീണ് മണ്ണിൽ പൊഞ്ഞൊരു ഇൻഹേലർ. ഇപ്പം നോക്കുമ്പോ ഉപ്പാപ്പയുടെ ഈ സെയിം ബ്രാൻഡ്. ഞാനാണെങ്കിൽ അപ്പൊ തന്നെ കളയുകയും ചെയ്തു. മീനാക്ഷി, എന്തൊക്കെയാ നീ പറയുന്നേ? അപ്പോ ഈ കൊന്ത ഇതെന്തിനാ ഉപ്പാപ്പ നിന്റെ കഴുത്തി ഇട്ട് തന്നെ? ഇത് ജൂണിന്റെ പപ്പയുടെ അല്ലേ? മീനാക്ഷി, ഇതെടുത്ത് മാറ്റിക്കേ. ഇത് മാറ്റി. മീനാക്ഷി, എനിക്കിത് വേണം. ഇതെന്റെ ജൂഡിന്റെ ഓർമ്മയ്ക്കായിട്ട്. അതൊന്നും പറയണ്ട, നീ ഒന്ന് ഒരു മാറ്റിക്കേ. ഇത് കാണുമ്പോ തന്നെ എനിക്ക് ഇറിറ്റേഷൻ ആവുന്നു. മാറ്റി. പറ്റില്ലെന്നല്ലേ പറഞ്ഞേ? ഇതിന്റെ കൂടെ ഉള്ളത് എനിക്കൊരു ധൈര്യമാ. നീ പറയുന്ന കേക്കെന്റെ അപ്പു. ഇതിന്റെ കൂടെ ഉള്ളപ്പോ എനിക്കൊരു ധൈര്യം തോന്നുക, ശക്തി തോന്നുക. എന്റെ ജൂഡിന്റെ ഓർമ്മ ചെയ്ത് ഞാൻ സമ്മതിക്കില്ല. നീ വെറുതെ വാശി പിടിക്കില്ല. ഞാൻ പറയുന്ന. ഹായ് അപ്പു. മീനാക്ഷി, ടെൻഷൻസ് ഒക്കെ മാറിയോ? ബിപിയും ഷുഗർ ലെവൽസും ഓക്കെ ആണല്ലോ? അപ്പൊ ഫുഡ് കഴിച്ചല്ലോ? ഇനിയൊന്നും വേണ്ട. നാളെ കത്തീറ്റർ ഫിക്സ് ചെയ്യണം. കുറച്ച് ബുദ്ധിമുട്ട് സഹിക്കണം. നല്ലൊരു കാര്യത്തിനായിട്ടല്ലേ. അപ്പൊ നേരത്തെ കിടന്നുറങ്ങിക്കോ. ഓക്കെ ഡോക്ടർ, ഈ ഹൈഡ്രിയയുടെ കാര്യത്തിൽ എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ട്. ഇത് ചിലപ്പോൾ അപ്പുവിന് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കില്ലേ? മീനാക്ഷിക്ക് എപ്പോഴും ഡൗട്ട്സ് ആണല്ലോ. ഇതൊരു ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് ആണ്. ഇത് പുതിയൊരെണ്ണമാ. ഞങ്ങൾ കുറെ നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് മീനാക്ഷി, അപ്പു ട്രീസയ്ക്ക് വേണ്ടപ്പെട്ട ആളായതുകൊണ്ട് ഞാൻ അത്രയും കെയറാണ് അപ്പുവിന്റെ കാര്യത്തിൽ കൊടുക്കുന്നത്. ഈ മെഡിസിൻ ഇറ്റ്സ് വെരി എഫക്റ്റീവ്. അതുകൊണ്ടാണ് എക്സ്പെൻസീവ് ആണെങ്കിലും ഇത് തന്നെ പ്രിസ്ക്രൈബ് ചെയ്തത്. ഡോക്ടർ, അവൾക്ക് നാളെ ഫസ്റ്റ് സർജറി ആയിരിക്കുമല്ലോ? ഉറപ്പായിട്ടും. നാളെ എമർജൻസി സി സെക്ഷൻസ് ഒന്നും വരാൻ സാധ്യതയില്ല. എല്ലാം നോർമൽ ഡെലിവറി കേസസാ. അപ്പൊ അനസ്തീഷ്യ? സ്പൈനൽ അനസ്തീഷ്യയാണ് പ്രിഫർ ചെയ്യുന്നത്. ഒരുപക്ഷെ ഹിസ്റ്ററക്ടമി വേണ്ടി വന്നേക്കും. ഹിസ്റ്ററക്ടമിയോ? അതെ. പ്ലാസന്റയുടെ കാര്യത്തിലും ചെറിയ പ്രശ്നമുണ്ട്. ഡോണ്ട് വറി, വി വിൽ ടേക്ക് കെയർ. ഓക്കെ? ചതിക്കുക. എല്ലാരും കൂടെ ചേർന്ന് നമ്മളെ ചതിക്കുക. ഇതിലെല്ലാരും ഉണ്ട്. ആ ഡോക്ടറുടെ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അവർ തരുന്ന മെഡിസിൻസ് എല്ലാം പ്രശ്നമാ. ഇതൊരു ആന്റി കാൻസറസ് ഡ്രഗാടാ, ഹൈഡ്രിയ. ഇത് ചിലപ്പോൾ നിനക്ക് വലിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കിയെന്നിരിക്കും. മീനു, നീ എന്തൊക്കെയാ പറയുന്നേ? ചതിക്കുക. ഞാൻ പറയുന്നത് സത്യവാ.
ചതിക്കുക അവര്. എല്ലാരോടും ചേർന്ന് നമ്മളെ ചതിക്കുക. അതിൽ ഉപ്പാപ്പയുണ്ട്, ട്രീസേച്ചിയുണ്ട്, എല്ലാരും ഉണ്ട്. നിന്നെ കൊല്ലാനാ, നിന്റെ കുഞ്ഞിനെ കൊല്ലാനാ. അല്ലെങ്കിൽ എന്തുകൊണ്ട് അവരെന്നെ സ്കാനിംഗ് റിപ്പോർട്ട് കാണിക്കാത്തെ? പെട്ടെന്ന് എന്താ ഇങ്ങനൊരു സിസേറിയൻ? അതിന്റെ കാരണം ആർക്കും അറിയില്ല. മിനിമം എന്നെങ്കിലും കാര്യങ്ങൾ അറിയിക്കണ്ടേ? മീനാക്ഷി, ട്രീസേച്ചിക്ക് അറിയുന്ന ഡോക്ടർ. ട്രീസ, ട്രീസ, എത്ര പറഞ്ഞാലും നീ വിശ്വസിക്കത്തില്ല. കുറെ നാളായിട്ട് എനിക്ക് അവരെ സംശയമാ. ഇപ്പൊ എനിക്ക് ഉറപ്പായി, ഇവരും ഈ ഡോക്ടറും ഹോസ്പിറ്റലും ഉപ്പാപ്പയുടെ ഇൻഹേലറും ഇപ്പൊ എല്ലാം എനിക്ക് ഉറപ്പായി. കുരുങ്ങിപ്പോയി. അപ്പോ നമ്മൾ ട്രീസയുടെ ട്രാപ്പിൽ കുരുങ്ങിപ്പോയി. ജൂണിനെ കൊന്നതും അവരാ. അവരാ ഇപ്പൊ നിന്നെയും കൊല്ലാൻ നോക്കുന്നേ. ഉറപ്പാ എനിക്കത്. നീ ഇനി ഒരു അക്ഷരം മിണ്ടി പോരുത്. അപ്പോ ട്രീസേച്ചിയെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയോ? അപ്പൊ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ? മിണ്ടരുത്. നീ അവർക്ക് വേണ്ടിയാ സംസാരിക്കുന്നത്, ആ ഭദ്രയ്ക്ക് വേണ്ടി. അപ്പൊ ഞാൻ ഒന്ന് മിണ്ടരുതെന്നല്ലേ പറഞ്ഞത്? ഇനി ഒരു അക്ഷരം നീ മിണ്ടരുത്. പോ, ഇറങ്ങി പോവാനാ പറഞ്ഞു. സുരേഷ് സാറേ പോകുന്നില്ലേ? സാറ് വരാനുണ്ട്. ആ, സാറ് വന്നല്ലോ. സർ, നമ്മളൊരു വലിയ റിസ്ക് ആയിരുന്നു തലയിൽ വെച്ചിരിക്കുന്നത്. ഈ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു റിസ്ക് അല്ലേ സുരേഷ്? അല്ല സർ, ഈ പത്മ ആളൊരു വെട്ടുപോത്ത. ഇവിടെ അവരുടെ കയ്യിലല്ലാത്ത വേറെ ഒരു സ്ഥലവും ഇല്ല. എല്ലായിടത്തും അവരുടെ ആൾക്കാരാ. ശത്രുവിന്റെ പാളയത്തിൽ ചെന്ന് ശത്രുവിനെ കീഴ്പ്പെടുത്തുന്നില്ലല്ലേ ത്രിൽ? അതല്ലേ സുഖം? എന്നാലും ഒന്നും അറിയാത്തൊരു പാവം പെങ്കൊച്ചിനെയും അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയുമാ പത്മയുടെ വാൽക്കത്തിക്ക് മുന്നിലേക്ക് നമ്മൾ പരീക്ഷണത്തിന് ഇട്ടുകൊടുക്കുന്നത്. ആ പരീക്ഷണം കൊണ്ട് നമുക്ക് വലിയ പ്രയോജനങ്ങളുണ്ട് സുരേഷ്, അതിലാണ് കാര്യം. പക്ഷേ ഹോസ്പിറ്റലിൽ വെച്ച് ഇങ്ങനെ ഒരു സിസേറിയൻ നടന്നാൽ അമ്മയ്ക്കോ കുഞ്ഞിനോ എന്തെങ്കിലും സംഭവിച്ചാൽ അത് അവർക്കൊരു ഇഷ്യൂ ആവില്ലേ? അപ്പുറത്ത് ട്രീസയല്ലേ കളിക്കുന്നത്. അങ്ങനെ എന്ത് പ്രശ്നം ഉണ്ടായാലും
ട്രീസ ഇത് മാനേജ് ചെയ്യും. പോലീസ്, മീഡിയ, കോർട്ട് എല്ലാവരുടെയും വായടപ്പിക്കാനുള്ള മെഷീനറി ട്രീസയ്ക്ക് സ്വന്തമായിട്ടുണ്ട്. ഇങ്ങനെ ഒരു കളി കളിക്കുന്നെങ്കിൽ ട്രീസ 100% സേഫായിട്ടേ കളിക്കൂ. അതിനപ്പുറം അപ്പൂന് എന്തെങ്കിലും പറ്റിയാൽ പരാതിപ്പെടാൻ ആരാ അവർക്ക് സ്വന്തമായിട്ടുള്ളത്? ട്രീസയല്ല അവളുടെ ഗാർഡിയൻ. പരാതിപ്പെടേണ്ടവൾ തന്നെയല്ലേ ഇപ്പൊ അവളുടെ ജീവൻ എടുക്കാൻ നോക്കുന്നത്. സോ എന്തെങ്കിലും പറ്റിയാൽ കേസ് അവിടെ ക്ലോസ് ആവും. അതുറപ്പാ. സാർ, അപ്പോൾ ഇതൊരു കിടങ്ങ് തന്നെ. നമ്മൾ അതിൽ ചെന്ന് വീണ് കൊടുക്കണോ സാർ? വീണൂന്ന് തോന്നണം, പക്ഷെ വീഴരുത്. എങ്ങനെ സാർ? നാളെ 9:30 സ്ട്രേറ്റ് ഓപ്പറേഷൻ തിയേറ്റർ. പത്മ അവിടെ ഉണ്ടാവും. അവിടെയെല്ലാം പത്മയുടെ ആൾക്കാർ. ആ സ്കാൻ റിപ്പോർട്ട് പോലും മുക്കിയ ആളാ. അവരൊരു പൊടി ഈച്ചയെ പോലും ഓറ്റിക്കകത്ത് കേറ്റില്ല. സുരേഷ്, നാളെ ആ സിസറിന് നടക്കില്ല. നാളെ അപ്പൂന് ജനറൽ അനസ്തീഷ്യ കൊടുക്കാൻ വരുന്ന അനസ്തീഷ്യസ്റ്റ് ആളു മാറും. സാർ, എനിക്കൊരു സംശയം. നമ്മൾ ഈ റിസ്ക്കും ടൈമും എഫർട്ടും ഒക്കെ എടുക്കുന്നതിന്റെ കാര്യം എന്താ? നമ്മുടെ പവറും കണക്ഷനും വെച്ച് ഇതെങ്ങനെയെങ്കിലും ബ്ലോക്ക് ചെയ്താൽ പോരെ? ഈ ഹോസ്പിറ്റലിൽ നിന്ന് അപ്പൂവിന് വേറെ എങ്ങോട്ടെങ്കിലും മാറ്റിയാൽ പോരെ? അത് പറ്റില്ല സുരേഷ്. അതിന് പല കാരണങ്ങളുമുണ്ട്. ഒന്നാമത്തെ കാരണം, നമ്മളിത് നേരെ ചെന്ന് പറഞ്ഞാൽ അപ്പു ഒരിക്കലും വിശ്വസിക്കില്ല. നമ്മളിതിനു മുമ്പ് പലതവണ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ കാരണം, പത്മ ഒരു ഫ്രോഡാണെന്ന് തെളിയിക്കുന്ന ഒരു തെളിവുകളും ഇപ്പം നമ്മുടെ കയ്യിലില്ല. നേരത്തെ പറഞ്ഞ പോലെ കേസിൽ കുടുങ്ങുവാനുള്ള ഒരു മണ്ടത്തരവും അവർ ചെയ്യത്തൂല. മീനാക്ഷി പറഞ്ഞ അറിവുകളും നമ്മുടെ ഊഹവും വെച്ച് ഇപ്പൊ ഈ കേസിൽ നേരെ കയറി ചൊറിയാൻ പോകുന്നത് ബ്ലണ്ടറാണ്. പിന്നെ മൂന്നാമത്തെ കാരണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാരണം, നമുക്ക് അപ്പുവിനെ വേണം. ഇനി നമ്മുടെ ആളായി. ഇതുവരെ ട്രീസയുടെ റിമോട്ട് കൺട്രോളിനനുസരിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന അപ്പു ഈ പ്രസവവും കഴിഞ്ഞ് തിരിച്ചെത്തുന്നത് നമ്മുടെ ആളായിട്ടായിരിക്കണം. അവൾക്ക് യഥാർത്ഥ ട്രീസയുടെ ഇന്റൻഷൻസ് അറിയാൻ പറ്റണം. യഥാർത്ഥ ട്രീസ ആരാണെന്നും എന്താണെന്നും മനസ്സിലാക്കാൻ പറ്റണം. ആ ലക്ഷ്യം സാധ്യമാകണമെങ്കിൽ നമ്മൾ ഈ റിസ്ക് എടുത്തേ മതിയാവും. ഈ പ്രോസസ്സിൽ കൂടി അവളെ കടത്തിവിട്ടേ മതിയാവും. അപ്പു നമ്മുടെ ആളായാൽ അപ്പോൾ ഒരു താക്കോലാണ് സുരേഷ്. ജൂഡ് മർഡർ കേസിൽ കുരുങ്ങി മുറുകിക്കിടക്കുന്ന അഴിയാക്കുരുക്കൾ മുഴുവൻ തുറക്കണമെങ്കിൽ ആ താക്കോൽ നമുക്ക് വേണം. കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാൻ എനിക്കിനി ആകെയുള്ളത് കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്. രാഷ്ട്രീയക്കാരും പത്രക്കാരും അടക്കം പലരും ഞാനൊന്ന് വീഴുന്നത് കാണാൻ കൊതിച്ചിരിക്കുക. എനിക്ക് ജയിക്കണം. അതിന് എനിക്ക് അപ്പുവിന് ആവശ്യമുണ്ട്. അപ്പു വേണം നമ്മുടെ ആളായിട്ട്. സാർ, എന്നെ പേടിപ്പിക്കുന്നത് ഇതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അപകടമാണ്. ഭ്രാന്തെടുത്ത് വെട്ടാൻ വാളോങ്ങി നിൽക്കുന്ന നാഗവല്ലിയുടെ മുന്നിലേക്ക് നഗലിനെ തള്ളിവിടുന്ന മോഹൻലാലിനാണ് ഓർമ്മ വരുന്നത്. ഒരു നിമിഷം, നാഗവല്ലിയുടെ ശ്രദ്ധ മാറുന്ന ആ ഒരു നിമിഷത്തിൽ പിസ്റ്റൻ തിരിച്ച് നകുലന്റെ ഡമ്മിയെ മുകളിലെത്തിക്കണം. സാർ, ആ ഒരു നിമിഷം തെറ്റിയാൽ, കയ്യോ കണ്ണോ ഒന്ന് പാളിയാൽ. നല്ല ഉപമ സുരേഷ്. അതുതന്നെയാണ് കാര്യം. ആ ഒരൊറ്റ നിമിഷം സർജറി ടേബിളിൽ പത്മയുടെ സർജിക്കൽ ബ്ലേഡിന് മുന്നിലേക്ക് അപ്പുവിനെ കൊണ്ടെത്തിക്കുന്ന ആ നിമിഷം നമുക്കതുപോലെയാണ്. അത് നമ്മൾ പാഴാക്കരുത്. ആ ഒരു നിമിഷം കൊണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലമാക്കി മാറ്റണം. അതിലാണ് കാര്യം. സുരേഷ് വാ. ഇത് നിന്റെ ജൂഡിന്റെ പപ്പയുടെയാ, ജോണച്ചയന്റെ. ഇത് മുറുകെ പിടിച്ചോണം. ഏതാപത്തിൽ നിന്നും ഏത് അപകടത്തിൽ നിന്നും നിന്നെ ഇത് രക്ഷപ്പെടുത്തിക്കൊള്ളും. ഇത് നിന്റെ ജൂഡിന്റെ ഹൃദയമാ, മുറുകെ പിടിച്ചോ.
ചതിക്കുക അവര്. എല്ലാരും കൂടി ചേർന്ന് നമ്മളെ ചതിക്കുക. അതിൽ ഉപ്പാപ്പയുണ്ട്, ട്രീസേച്ചിയുണ്ട്, എല്ലാരും ഉണ്ട്. നിന്നെ കൊല്ലാനാ, നിന്റെ കുഞ്ഞിനെ കൊല്ലാനാ. കുറെ നാളായിട്ട് എനിക്ക് അവരെ സംശയമോ. ഇപ്പൊ എനിക്ക് ഉറപ്പായി, ഇവരും ഈ ഡോക്ടറും ഹോസ്പിറ്റലും ഉപ്പാപ്പയുടെ ഇൻഹേലറും ഇപ്പൊ എല്ലാം എനിക്ക് ഉറപ്പായി. നമ്മൾ കുരുങ്ങിപ്പോയി. അപ്പോ നമ്മൾ ട്രീസയുടെ ട്രാപ്പിൽ കുരുങ്ങിപ്പോയി. ജൂണിനെ കൊന്നതും അവരാ ഇപ്പൊ നിന്നെയും കൊല്ലാൻ നോക്കുന്നേ. ഇതെന്തിനാ ഈ മാല? ഇതൊന്നും ഇവിടെ പറ്റില്ല കേട്ടോ. അല്ല, അത് സാരമില്ല. അപ്പൂന് അത്രയ്ക്ക് വിശ്വാസമാണെങ്കിൽ ഇട്ടോട്ടെ. അക്കാര്യത്തിൽ അത്ര വാശി പിടിക്കണ്ട. അപ്പൂന്റെ മനസ്സിനൊരു ധൈര്യം കിട്ടുമെങ്കിൽ അത് കഴുത്തി കിടന്നോട്ടെ. അപ്പു, ഒരു ടെൻഷനും വേണ്ട കേട്ടോ. ടെൻഷനും വറീസിനും ഒക്കെ ഗുഡ് ബൈ പറഞ്ഞേക്ക്. ഇനിയിപ്പോ അപ്പു ഒരു മയക്കത്തിലേക്ക് പോകും. നല്ല മയക്കം. പിന്നൊന്നും അറിയത്തില്ല, അറിയിക്കില്ല ഞങ്ങൾ. ഒരു വേദനയെ അപ്പൂനെ അറിയിക്കാതിരിക്കാൻ സ്പൈനൽ അനസ്തേഷ്യ അല്ല, ജനറൽ അനസ്തേഷ്യ തരാൻ പോകുന്നത്. അതിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കുന്നു. അനസ്തേഷ്യസ് ദാ ഇപ്പൊ എത്തും. അമല, അനസ്തേഷ്യസ് ഗീത ഡോക്ടറിനെ ഒന്ന് വിളിക്കൂ. ഡോക്ടർ എത്തിയിട്ടില്ല. എത്തിയില്ലേ? വരാൻ സമയമായല്ലോ. ഞാനൊന്ന് നോക്കിയിട്ട് വരാം ഡോക്ടർ. ആ, ഇപ്പൊ വരാവേ. പക്ഷേ കാര്യങ്ങൾ വിചാരിച്ച പോലെ നടന്നില്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുന്നതിന് ഞാൻ മാത്രമാണ് ഉത്തരവാദി. അനസ്തേഷ്യസ്റ്റ് മാറിയില്ലെങ്കിൽ എല്ലാം പ്രശ്നമാവും. അനസ്തേഷ്യസ്റ്റ് മാറില്ലേ? മാറുമെന്നാ ശ്രീറാം സാറ് പറഞ്ഞത്. ഇപ്പൊ പക്ഷെ പത്മയുടെ ആൾ തന്നെ വരുന്ന ലക്ഷണമാണ്. ഡോക്ടർ ഗീത. എന്താ? എനിക്കറിയില്ല, പക്ഷെ ഗീത വന്നാ എനിക്ക് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഡോക്ടർ ടെൻഷൻ അടിക്കണ്ട. ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ മതി. ഞാനില്ലേ കൂടെ. ഞാൻ പറഞ്ഞതുപോലെ ചെയ്യ് ഡോക്ടർ. എനിക്ക് വേറൊരു കോള് വരുന്നുണ്ട്, ഞാൻ വിളിക്കാം. എന്താ മീനാക്ഷി? സർ, അനസ്തേഷ്യസ്റ്റ് മാറില്ല സർ. മാറും, മാറ്റാൻ കഴിയുന്നു എൻ്റെ വിശ്വാസം. സർ, പക്ഷേ കാര്യങ്ങൾ വിചാരിച്ച പോലെ നടന്നില്ലെങ്കിൽ നമ്മൾ അവളുടെ ജീവൻ വെച്ചാ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതങ്ങ് നിർത്തുന്നതല്ലേ സാർ നല്ലത്? ഞാനെല്ലാം അങ്ങ് വിളിച്ചു പറയട്ടെ. മീനാക്ഷി, മണ്ടത്തരം കാണിക്കരുത്. ഒന്നും പറ്റില്ല, പ്ലീസ്. എനിക്ക് കുറച്ച് സമയം എന്താ? സുരേഷ് അവിടെ ഉണ്ട്. ഞാനിപ്പോ സുരേഷിനെ ഒന്ന് വിളിക്കാം. ശരി ശരി.
ആ സുരേഷ് സർ. താൻ സ്പോട്ടിലുണ്ടല്ലോ. ഉണ്ട് സർ. നമ്മൾ ചെയ്യുന്നതും ചെയ്യാൻ പോകുന്നതും മല മറിക്കുന്ന കാര്യങ്ങളല്ല, നിസ്സാരപ്പെട്ട കാര്യങ്ങളാ. പക്ഷെ ചെയ്യുന്ന ടൈമിങ്ങിലാ കാര്യം. ഒരു ചെറിയ പിഴ പോലും നമ്മുടെ പ്ലാൻസ് തെറ്റിക്കും. അറിയാം സർ. ഞങ്ങൾ എല്ലാവരും ഇവിടെ സ്പോട്ടിൽ തന്നെ ഉണ്ട്. അസറ്റീസ് എല്ലാം കൃത്യമായി പോകുന്നുണ്ട്. അറിയാലോ സുരേഷ്, ഒരു നേരത്തെ പിഴവ് പറ്റിയാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അല്ല, എന്റെ മനസാക്ഷിയുടെ മുന്നിൽ എനിക്ക് പിന്നെ നിൽക്കാൻ പറ്റാതാവും. ആ പെൺകുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുന്നതിന് ഞാൻ മാത്രമാവും ഉത്തരവാദി. ഇല്ല സർ, സാറിന്റെ ഈ ടീം മുഴുവൻ സാറിന്റെ കൂടെയാണ്. എന്തും ഏത് നിമിഷവും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് സർ. സാറിന്റെ ഒരു വാക്ക് മതി. ആ അനസ്തേഷ്യയിലെ ഡോക്ടർ തോമസ് മാത്യു, അദ്ദേഹം റെഡിയാ. അദ്ദേഹമാ ഇന്ന് അപ്പുവിന് അനസ്തേഷ്യ ചെയ്യാൻ പോകുന്നത്. അയാൾ റൂമിനകത്ത് കയറിയ പിന്നെ സെക്കൻഡ്സ് പോലും നമുക്ക് പാഴാക്കാൻ ഉണ്ടാവില്ല. അറിയാം സർ. ഓക്കെ സുരേഷ്. സർ. മീനാക്ഷി ഒന്ന് വരൂ. മാഡം, ഇവിടെ ഒന്ന് സൈൻ ചെയ്യണം. എന്താ ഇത്? പെർമിഷൻ ലെറ്ററാ, അപർണയുടെ സർജറിക്ക് വേണ്ടിയാ. അയ്യോ, ഇത് ഞാനല്ല സൈൻ ചെയ്യേണ്ടത്, മീനാക്ഷിയാ. അവക്ക അപ്പുമായിട്ട് ബ്ലഡ് റിലേഷൻ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ മീനാക്ഷിയുടെ ചേച്ചി അപ്പു. ഇതിവിള് ചെയ്യും. പക്ഷെ ട്രിസേച്ചി, ഞാൻ സൈൻ ചെയ്യും മീനാക്ഷി. ഇത് നിന്റെ സിസ്റ്ററിന്റെ കാര്യമല്ലേ, നിനക്കാ എല്ലാ തരത്തിലും അധികാരം. സൈൻ ചെയ്യും. കാര്യങ്ങൾ മുഴുവനും നമ്മുടെ കൺട്രോളിലാണ്. ഇനി ഇവിടെ എന്ത് സംഭവിക്കുന്നതും ഞാൻ തീരുമാനിക്കുന്ന പോലെ ഇരിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലാൻസ് സക്സസ്ഫുൾ ആവും. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മതി.